ഹലോ ഫ്രണ്ട്സ്, ഞാൻ രമ ഫായി, റിട്ടയർഡ് ഹെഡ് മിസ്ട്രസ്, ജെസീസ് വേൾഡ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സ്ഥലപരിമിതി മൂലം ഇന്ന് അടുക്കള മാലിന്യങ്ങൾ എല്ലാ വീടുകളിലും ഒരു പ്രശ്നമാണ്. ഫ്ലാറ്റുകളുടെ കാര്യം എടുത്തു പറയേണ്ടതും ഇല്ല. വീടിന് പരിസരങ്ങളിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് ചീഞ്ഞളിഞ്ഞ് ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എന്നാൽ ഇവ പൊതുസ്ഥലങ്ങളിൽ വലിച്ചെറിയുന്നത് ഇന്ന് നിയമം മൂലം നിരോധിച്ചിരിക്കുകയുമാണ്. എന്നാൽ നമ്മൾ അല്പമൊന്ന് മനസ്സ് വെച്ചാൽ നമ്മുടെ ഈ അടുക്കള മാലിന്യങ്ങളിൽ നിന്നും നമ്മുടെ പല വൃക്ഷങ്ങൾക്കും പച്ചക്കറികൾക്കും അലങ്കാര സസ്യങ്ങൾക്കും അവ നല്ല രീതിയിൽ വളരാനും എളുപ്പത്തിൽ പൂക്കാനും പൂക്കൊഴിച്ചിൽ തടയാനും കായ്ഫലം വർദ്ധിപ്പിക്കുന്നതിനും ഉതകുന്ന രണ്ട് വ്യത്യസ്ത വളങ്ങൾ നമുക്ക് ഉണ്ടാക്കാം. ഈ അടുക്കള വേസ്റ്റിൽ നിന്നും ഈ വളങ്ങൾ നിർമ്മിക്കുന്നത് എങ്ങനെ എന്നുള്ള ഒരു ഡെമോയും അതോടൊപ്പം തന്നെ ഞാൻ നിർമ്മിച്ച രണ്ട് വളങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നതിനാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. നമുക്ക് ഈ വളങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് ബൊക്കാഷി ബക്കറ്റാണ്. ഈ വളങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ബക്കറ്റാണ്. ബൊക്കാഷി ബക്കറ്റിനകത്ത് നമുക്ക് 1 സ്പൂൺ ബൊക്കാഷി പൗഡർ വിതറണം. ബൊക്കാഷി പൗഡർ തന്നെ വിതറണം എന്നില്ല. ഇത് ലഭ്യമല്ലെങ്കിൽ സൊല്യൂഷൻ ഡൈല്യൂട്ട് ചെയ്ത് അത് വിതറിയാലും മതിയാകും. നമുക്ക് അരിപ്പ വെച്ച് അടയ്ക്കാം. അരിപ്പയ്ക്ക് മുകളിൽ 1 സ്പൂൺ ബൊക്കാഷി പൗഡർ ഇടാം. ബൊക്കാഷി പൗഡർ ലഭ്യമല്ല എന്നുണ്ടെങ്കിൽ സൊല്യൂഷൻ നേർപ്പിച്ച് സ്പ്രേ ചെയ്താലും മതിയാകും. ഇതിനു മുകളിൽ നമുക്ക് അടുക്കള വേസ്റ്റ് ഇടാം. അതായത് മരച്ചീനിയുടെ വേസ്റ്റ്, ചക്കപ്പടൽ, കൂടാതെ മീൻ്റെ വേസ്റ്റ്, കോഴി വേസ്റ്റ്, പച്ചക്കറി പഴവർഗ്ഗങ്ങൾ ഇവയുടെ തൊലി വേസ്റ്റ് ഒക്കെ നമുക്കിതിൽ ഇടാം. ഇവിടെ ഞാൻ സൊല്യൂഷനാണ് നേർപ്പിച്ച് ഇതിൽ ചേർക്കാൻ പോകുന്നത്. ഇത് 5 ml സൊല്യൂഷൻ 1 ലിറ്റർ വെള്ളത്തിൽ നേർപ്പിച്ചാണ് ഇതിനകത്ത് നാം സ്പ്രേ ചെയ്യേണ്ടത്. സൊല്യൂഷൻ 500 ml കടകളിൽ 400 രൂപ വിലയാണ്. ഇത് 120 രൂപ ചെലവിൽ നമുക്ക് വീട്ടിൽ അനായാസമായിട്ട് 2 ലിറ്റർ സൊല്യൂഷൻ നിർമ്മിക്കാവുന്നതാണ്. ഇനി അല്പം ബൊക്കാഷി പൗഡർ കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ബൊക്കാഷി പൗഡർ ലഭ്യമാണെങ്കിൽ മാത്രം ഇട്ടാൽ മതിയാകും. ഇനി നമുക്കിതൊന്ന് കാത്തു വെച്ച് കൊടുക്കാം. വീണ്ടും അടുക്കള വേസ്റ്റ് അടുത്ത ലെയറായിട്ട് ഇട്ട് കൊടുക്കും. വേസ്റ്റാണ്. വാഴക്കൂമ്പ്, വാഴത്തട ഇവയൊക്കെ പൊട്ടാസ്യം ധാരാളം അടങ്ങിയ വേസ്റ്റാണ്. മീൻ്റെയും കോഴി വേസ്റ്റും ഒക്കെ ഉള്ളത് കൊണ്ടാണ് കുറച്ച് കൂടുതൽ പൗഡർ കൂടി ഇടുന്നത്. ഇതിൽ പ്ലാസ്റ്റിക് വേസ്റ്റ് ഒരു കാരണവശാലും വീഴാതിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് മീനിൻ്റെ വേസ്റ്റാണ്. ഇത് നമുക്ക് ഇതിൽ ഇടാം. പൗഡറോ സൊല്യൂഷനോ ചേർത്ത് ഇത് നല്ലവണ്ണം വീട്ടിൽ സൊല്യൂഷനോ ബൊക്കാഷി പൗഡറോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നല്ല പുളിപ്പുള്ള തൈരോ ശർക്കര ലായനിയോ ഒഴിച്ചു കൊടുത്താലും മതിയാകും.
ബക്കറ്റ് നിറച്ച ശേഷം ഇതിൻ്റെ അടപ്പ് കൊണ്ട് നല്ല ടൈറ്റായിട്ട് അടച്ച് അതിൻ്റെ ക്ലിപ്പിട്ട് നല്ല തണുപ്പുള്ള സ്ഥലത്ത് നമുക്ക് അടുക്കളയിലോ റൂമിനകത്ത് തന്നെ ഇത് നമുക്ക് വെക്കാവുന്നതാണ്. ഇപ്പോൾ ടൈറ്റായിട്ട് അടച്ച് ഇനി ഈ ക്ലിപ്പിട്ട് നമുക്ക് ഇത് നമ്മുടെ മുറിക്കുള്ളിൽ തന്നെ സൂക്ഷിക്കാവുന്നതാണ്. 2 ആഴ്ചയിലൊരിക്കൽ ടാപ്പ് തുറന്ന് സ്ലറി നമുക്ക് പുറത്തെടുക്കാവുന്നതാണ്. ഈ സ്ലറി 10 മടങ്ങ് വെള്ളം ചേർത്ത് നമുക്ക് പഴച്ചെടികളുടെ ചുവട്ടിലൊഴിക്കുകയോ പച്ചക്കറികളുടെയോ പഴച്ചെടികളുടെയോ അലങ്കാര ചെടികളുടെയോ ഒക്കെ ചുവട്ടിലൊഴിക്കുകയോ സ്പ്രേ ചെയ്യുകയോ ഒക്കെ ചെയ്യും. ഇനി 2 മാസങ്ങൾക്ക് മുൻപ് ഞാൻ ഉണ്ടാക്കിയ അടുക്കള കമ്പോസ്റ്റ് നമുക്ക് പരിചയപ്പെടാം. അന്ന് ബൊക്കാഷി ബക്കറ്റൊന്നും ഇല്ലായിരുന്നു. അതിന് പകരമായിട്ട് ഞാൻ ഒരു പെയിൻറ്റ് ബക്കറ്റിലാണ് അടുക്കള കമ്പോസ്റ്റ് ഇട്ടത്. ഏകദേശം 10 ലിറ്ററോളം വരുന്ന സ്ലറിയാണ് ഇത്. 10 ലിറ്റർ സ്ലറിയിൽ 10 ഇരട്ടി, അതായത് 100 ലിറ്റർ വെള്ളം ചേർത്ത് നമുക്ക് വളമായിട്ട് വേനൽക്കാലത്ത് ഉപയോഗിക്കാം. ഈ കമ്പോസ്റ്റ് കടയിൽ 1 കിലോയ്ക്ക് 100 രൂപ വിലയാണ്. ഇത് നമുക്ക് എല്ലാ പഴച്ചെടികൾക്കും പച്ചക്കറികൾക്കും അനുയോജ്യമായ ഒരു വളമാണ്. നമ്മൾ അലക്ഷ്യമായി വലിച്ചെറിയുന്ന അടുക്കള വേസ്റ്റ് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീടും പരിസരവും വൃത്തിയായി കിടക്കുന്നതോടൊപ്പം തന്നെ വളങ്ങൾ വാങ്ങാൻ നാം ചെലവഴിക്കുന്ന ഭാരിച്ച തുക നമുക്ക് ഒഴിവാക്കാനാവുകയും ചെയ്യും. മാത്രവുമല്ല, ഈ വളങ്ങൾ ഉപയോഗിക്കുന്നത് മണ്ണിൻ്റെ ജൈവഘടനയ്ക്ക് യാതൊരു കോട്ടവും സംഭവിക്കുന്നതുമില്ല. അതിനാൽ എല്ലാ വീടുകളിലും അടുക്കള മാലിന്യങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രദ്ധിച്ചില്ലേ? ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കല്ലേ. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.